നമ്മുടെ പുഴകൾക്കൊക്കെ ശ്വാസം മുട്ടുന്നുണ്ടോയെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് കണ്ടെത്താനൊരു വഴിയുണ്ട് സ്നേഹിതേ. വെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യം പുറത്തുകൊണ്ടുവരുന്ന ഒരു തരം കെമിക്കൽ ടെസ്റ്റ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത്. കേൾക്കുമ്പോൾ കുറച്ച് വിചിത്രമായി തോന്നാം അല്ലേ? ഒരു പുഴയ്ക്ക് എങ്ങനെയാ ശ്വാസം മുട്ടുന്നത്? പക്ഷെ സംഗതി വളരെ സീരിയസ് ആണ്. കാരണം വെള്ളത്തിനടിയിലെ ജീവന്റെ നിലനിൽപ്പ് മുഴുവൻ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ രഹസ്യമാണ് നമ്മളിന്ന് ചുരുളഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ രഹസ്യത്തിൻ്റെയൊക്കെ കേന്ദ്രമെന്ന് പറയുന്നത് വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള പക്ഷേ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്താണെന്നല്ലേ? വെള്ളത്തിലെ ജീവന്റെ എല്ലാം തുടിപ്പായ ഓക്സിജൻ. ഇതിനെയാണ് നമ്മൾ ഡിസോൾവ്ഡ് ഓക്സിജൻ അല്ലെങ്കിൽ ചുരുക്കി DO എന്ന് വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് വെള്ളത്തിന്റെ ഒരു ജീവശ്വാസം തന്നെയാണ്. ഒരു ഡോക്ടർ നമ്മുടെ പൾസ് നോക്കി ആരോഗ്യം പറയുന്നില്ലേ? അതുപോലെ ശാസ്ത്രജ്ഞർ വെള്ളത്തിന്റെ ഹെൽത്ത് ചെക്ക് ചെയ്യുന്നത് ഈ DOയുടെ അളവ് നോക്കിയിട്ടാണ്. അപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റാത്ത ഈ ഗ്യാസിനെക്കുറിച്ച് നമ്മൾ എന്തിനാണ് ഇത്രയധികം തലപുകയ്ക്കുന്നത്? സിമ്പിളാണ്. കാരണം മീനുകൾക്കും വെള്ളത്തിനടിയിലുള്ള മറ്റ് ജീവികൾക്കുമെല്ലാം ശ്വസിക്കാൻ ഇത് കൂടിയേ തീരും. DOയുടെ അളവ് കുറവാണെങ്കിൽ ഉറപ്പിച്ചോളൂ, ആ വെള്ളം മലിനീകരിക്കപ്പെട്ടിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ DO ഇല്ലെങ്കിൽ വെള്ളത്തിനടിയിൽ ജീവനുമില്ല. അത്രയുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, നമുക്ക് കാണാൻ പോലും പറ്റാത്ത ഈ ഓക്സിജനെ പിന്നെ എങ്ങനെ അളക്കുന്നത്? അവിടെയാണ് വിംഗ്ലർ മെത്തേഡ് എന്നൊരു കിടിലൻ ടെക്നിക്ക് വരുന്നത്. ഇതൊരു സാധാരണ ലാബ് ടെസ്റ്റ് ആണെന്ന് കരുതരുത്. ഇത് ഏതാണ്ടൊരു കെമിക്കൽ മാജിക് ട്രിക്ക് പോലെയാണ്. ഈ ഒരു മിഷന് പ്രധാനമായും 2 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്നാമത്തേത് ഫിക്സിംഗ്, അതായത് വെള്ളത്തിലുള്ള ഓക്സിജനെ മൊത്തം നമ്മളൊരു കെമിക്കൽ വെച്ച് കെണിയിലാക്കും. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് ടൈട്രേഷൻ. ആ കെണിയിൽപ്പെട്ട ഓക്സിജന്റെ അളവ് കൃത്യമായി നമ്മൾ കണ്ടുപിടിക്കും. സിമ്പിളല്ലേ? ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വേട്ടയാടൽ പോലെയാണ്. നമ്മൾ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഓക്സിജൻ തന്മാത്രകളെ ഒന്നൊന്നായി പിടിക്കാൻ പോവുകയാണ്. ഈ വേട്ടയ്ക്ക് നമുക്ക് 2 കെമിക്കൽസ് വേണം. ആദ്യം നമ്മൾ ചേർക്കുന്നത് മാംഗനസ് സൾഫേറ്റ്. ഇതാണ് നമ്മുടെ മെയിൻ കെണി. ഈ കെണി വെച്ചാണ് നമ്മൾ ഓക്സിജനെ പിടിക്കുന്നത്. അതിനുശേഷം ആൽക്കലൈൻ പൊട്ടാസ്യം അയോഡൈഡ് ചേർക്കും. ഇത് ആ കെണി കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ സഹായിക്കുന്ന ആളാണ്. ഇനി ഏറ്റവും രസകരമായ ഭാഗം വരാൻ പോകുകയാണ്. ഈ കെമിക്കൽസ് ചേർത്ത ഉടനെ നമ്മുടെ സാമ്പിളിൽ ഒരു തവിട്ട് നിറത്തിലുള്ള ഖരവസ്തു, ഒരു സോളിഡ്, ഇങ്ങനെ രൂപപ്പെടുന്നത് കാണാം. എന്താണെന്നറിയോ അത്? നമ്മൾ പിടിക്കാൻ പടുന്ന ഓക്സിജൻ മൊത്തം ആ തവിട്ട് നിറത്തിലുള്ള വസ്തുവിനുള്ളിൽ ട്രാപ്പായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മിഷന്റെ ആദ്യത്തെ സ്റ്റെപ്പ് സക്സസ്. ഓക്കെ, ഓക്സിജനെ നമ്മൾ പിടിച്ചു കെട്ടിയിട്ടു. ഇനി അടുത്ത ചോദ്യം, ഇതിനെ എങ്ങനെ അളക്കും? അതിനൊരു ട്രിക്കുണ്ട്. നമ്മൾ പിടിച്ചുവെച്ച ഓക്സിജന്റെ പകരമായി നമുക്ക് അളക്കാൻ പറ്റുന്ന വേറൊരു കെമിക്കൽ സിഗ്നലിനെ പുറത്തുവിടാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെയാണ് അടുത്ത മാജിക്. നമ്മൾ സാമ്പിളിലേക്ക് കുറച്ച് സൾഫ്യൂരിക് ആസിഡ് ചേർക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? നേരത്തെ കണ്ട തവിട്ട് നിറത്തിലുള്ള സംഭവം അലിഞ്ഞ് ഇല്ലാതാവും. പകരം അയഡിൻ എന്നൊരു പുതിയ കെമിക്കൽ ലായനിയിലേക്ക് റിലീസാവും. ഇവിടെയാണ് ഏറ്റവും നിർണായകമായ പോയിന്റ്. തുടക്കത്തിൽ എത്ര ഓക്സിജൻ ഉണ്ടായിരുന്നോ അതിന് തുല്യമായ അളവിലുള്ള അയഡിനായിരിക്കും ഇപ്പോൾ അവിടെ ഉണ്ടാവുക. ചുരുക്കി പറഞ്ഞാൽ കാണാൻ പറ്റാത്ത ഓക്സിജന് പകരമായി നമുക്ക് അളക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടി. ഇനി ഫൈനൽ സ്റ്റെപ്പാണ്. ഇപ്പോൾ ലൈനിലുള്ള അയഡിന്റെ അളവ് എത്രയാണെന്ന് നമുക്ക് കൃത്യമായി അറിയണം. അതിനായി നമ്മൾ സോഡിയം തയോസൾഫേറ്റ് എന്ന വേറൊരു കെമിക്കൽ ഇതിലേക്ക് തുള്ളിത്തുള്ളിയായി ചേർത്ത് കൊടുക്കും. ഇങ്ങനെ ഒന്നിന്റെ അളവ് കണ്ടുപിടിക്കാൻ നമുക്ക് അളവ് അറിയാവുന്ന മറ്റൊന്ന് ഉപയോഗിക്കുന്ന ഈ പ്രോസസ്സിനാണ് നമ്മൾ ടൈട്രേഷൻ എന്ന് പറയുന്നത്. ഇതൊരു അടിപൊളി കാഴ്ചയാണ് കേട്ടോ. നമ്മൾ ആദ്യം സ്റ്റാർച്ച് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ചേർക്കുമ്പോൾ നമ്മുടെ ലായനിക്ക് നല്ല കടും നീല നിറം വരും. എന്നിട്ട് നമ്മൾ സോഡിയം തയോസൾഫേറ്റ് ഡ്രോപ്പായി ചേർത്തുകൊണ്ടിരിക്കും. അങ്ങനെ ചേർത്ത് പെട്ടെന്നൊരു പോയിന്റിൽ ആ നീല നിറം ഒരു മാജിക് പോലെ അപ്രത്യക്ഷമായി ലായനി തെളിഞ്ഞ വെള്ളം പോലെയാകും. ആ പോയിന്റ്, അതാണ് നമ്മുടെ എൻഡ് പോയിന്റ്. കറക്റ്റ് ആ സ്പോട്ടിൽ നമ്മൾ റിയാക്ഷൻ നിർത്തും. അപ്പോൾ നമുക്ക് വേണ്ട ഡാറ്റയൊക്കെ ഇപ്പോൾ കയ്യിലുണ്ട്. ഇത്രയും നേരം നമ്മൾ കണ്ട ഈ കെമിക്കൽ റിയാക്ഷൻസിനെയൊക്കെ എങ്ങനെയാണ് ഒരു സിമ്പിൾ കണക്കുകൂട്ടലിലൂടെ ഒരു കൃത്യമായ ഉത്തരമാക്കി മാറ്റുന്നത് നോക്കിയാലോ? ഇത്രയും നേരം കണ്ട ഈ കോംപ്ലിക്കേറ്റഡ് കെമിസ്ട്രിയുടെയൊക്കെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് ഈ ഒരു സിമ്പിൾ ഫോർമുലയിലാണ്. N1V1 = N2V2. ഇത് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ വലിയ വലിയ സയന്റിഫിക് കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നിൽ പോലും വളരെ ലളിതമായ കണക്കുകളായിരിക്കും ഉണ്ടാവുക. നമുക്ക് ഈ ഫോർമുലയിലുള്ള ഓരോന്നും എന്താണെന്ന് നോക്കാം. ഇതിലെ N2 എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ച സോഡിയം തയോസൾഫേറ്റിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അതിന്റെ ശക്തിയാണ്. V2O നീലനിറം മാറാൻ നമുക്ക് എത്രത്തോളം സോഡിയം തയോസൾഫേറ്റ് ഉപയോഗിക്കേണ്ടി വന്നു എന്നതിന്റെ അളവാണ്. ഈ 2 കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് N1, അതായത് നമ്മുടെ വെള്ളത്തിലെ ഓക്സിജന്റെ അളവിനെ സൂചിപ്പിക്കുന്ന ആ വാല്യൂ. അങ്ങനെ നമ്മുടെ ഈ ഉദാഹരണത്തിലെ നമ്പറുകൾ ആ ഫോർമുലയിൽ ഇട്ടുകൊടുക്കുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നു
0.004 നോർമൽ. അങ്ങനെ ഇത്രയും നേരം നമ്മൾ സംസാരിച്ച വെള്ളത്തിന്റെ ആ അദൃശ്യമായ ശ്വാസം നമ്മൾ അവസാനം അളന്നെടുത്തു. അപ്പോ ഈ ഒരു കെമിക്കൽ ടെസ്റ്റ് നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നുമൊക്കെ പുറത്തേക്ക് വിടുന്ന മാലിന്യങ്ങൾ, അതൊക്കെ എങ്ങനെയായിരിക്കും നമ്മുടെ പുഴകളെയും കായലുകളെയും ഇങ്ങനെ ശ്വാസം മുട്ടിക്കുന്നത്? ഇതിനെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു തുടങ്ങുന്നത് തന്നെയാകും നമ്മുടെ ജലാശയങ്ങളെ സംരക്ഷിക്കാനുള്ള ഏറ്റവും വലിയ ആദ്യപടി.